ഹലോ മക്കളെ, മാഗ്നറ്റിസം ആൻഡ് മാറ്ററിന്റെയും മറ്റൊരു പാർട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സോ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം ആണ്. നമുക്കറിയാം ഗോസസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എല്ലാവർക്കും അറിയത്തില്ലേടാ. ഗോസസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയണേ, ക്യൂ എന്നൊരു ചാർജ് ഉണ്ട്. ഉറപ്പായും ഈ ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ ഇങ്ങനെ പുറത്തു വിടും. ശരിയാണോ? ഇതൊരു പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ത് ചെയ്യും? ഈ ക്യൂ എന്ന ചാർജ് ഇങ്ങനെ പുറത്ത് വിടും. സോ ഞാനാണെങ്കിൽ ഇവിടെ ഒരു ക്ലോസ്ഡ് സർഫസ് എടുക്കാൻ പോവുകയാണ്. ഞാൻ ഈ ക്ലോസ് സർഫസിനെ വിളിക്കുന്ന പേരാണ് ഗോസിയൻ സർഫസ്. സോ ഞാനൊരു ക്ലോസ് സർഫസ് എടുത്തു കഴിഞ്ഞാൽ, ഇങ്ങനെ ക്ലോസ്ഡ് സർഫസ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ക്ലോസ് സർഫസ് എടുക്കാൻ പോവാണ്. ക്ലോസ്ഡ് സർഫസ് എടുത്തു കഴിഞ്ഞാൽ, ഇങ്ങനൊരു ക്ലോസ് സർഫസ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന ഫീൽഡ് ലൈൻസ് എല്ലാം തന്നെ എവിടെ വന്ന് വീഴും? ക്ലോസ്ഡ് സർഫസിൽ വന്ന് വീഴും. സോ ക്ലോസ്ഡ് സർഫസിന് അല്ലെങ്കിൽ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വന്ന് വീഴുന്ന ഫീൽഡ് ലൈൻസിന്റെ എണ്ണത്തിനെ വിളിക്കുന്ന പേരാണ് ഫ്ലെക്സ് എന്ന് പറയുന്നത്. സോ എന്താ ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ ഫീൽഡ് ലൈൻസ്, ദ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് വിച്ച് പാസിംഗ് പെർപെൻഡിക്കുലർ ടു ദ സർഫസ്. സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് കടന്നു പോകുന്ന ഫീൽഡ് ലൈൻസിന്റെ എണ്ണത്തിനെ വിളിക്കുന്ന പേരാണ് ഫ്ലെക്സ്. സോ എനിക്ക് ഫ്ലെക്സിന്റെ എണ്ണം എണ്ണി പറയുന്നതിന് പകരം, എത്ര ഫ്ലെക്സ് ആണ് ഇങ്ങനെ കടന്നു പോയതെന്ന് പറയുന്നതിന് പകരം എനിക്ക് ഇങ്ങനെ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതിയായിരുന്നു. എന്താണ്? ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. ശരിയാണോ? ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് എത്ര കിട്ടിയായിരുന്നു? ക്യൂ ഡിവൈഡ് ബൈ എപ്സിലോൺ 0 എന്ന് കിട്ടി. സോ ഇതായിരുന്നു ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം, ഇലക്ട്രോസ്റ്റാറ്റിക്സ് പറയുന്നത്. എന്തായിരുന്നു? ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഓവർ എ ക്ലോസ്ഡ് സർഫസ്, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഓവർ എ ക്ലോസ്ഡ് സർഫസ് ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ഓഫ് ദ നെറ്റ് ചാർജ് എൻക്ലോസ്ഡ്. അതായത് ഇവിടെയുള്ള നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസിന്റെ അല്ലെങ്കിൽ ഇവിടെയുള്ള ഫ്ലെക്സ് ലൈൻസിന്റെ എണ്ണം എന്ന് പറയുന്നത് ഇന്റഗ്രൽ, ലൈൻ ഇന്റഗ്രൽ അല്ലെങ്കിൽ ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് വിച്ച് ഇസ് ഈക്വൽ ടു എത്ര കിട്ടും? നമുക്ക് ക്യൂ ഡിവൈഡ് ബൈ ε0 കിട്ടും. ഇതുപോലെയാണെങ്കിൽ ഞാനാണെങ്കിൽ ഒരു ബാർ മാഗ്നറ്റ് എടുത്തു. ഓക്കെ ആണോ? ഉറപ്പായും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കടന്നു പോകത്തില്ല മക്കളെ. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നോർത്തിൽ നിന്ന് തുടങ്ങി അത് സൗത്തിൽ എത്തിച്ചേരും, സൗത്തിൽ നിന്ന് കറങ്ങി അത് നോർത്തിൽ എത്തിച്ചേരും. അടുത്ത മാഗ്നറ്റിക് ഫീൽഡ് വീണ്ടും നോർത്തിൽ നിന്ന് കറങ്ങി അത് സൗത്തിൽ എത്തിച്ചേരും, അത് സൗത്തിൽ നിന്ന് കറങ്ങി അത് എന്ത് ചെയ്യും? തിരിച്ച് നോർത്തിൽ എത്തിച്ചേരും. സോ ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്ത് പഠിച്ചായിരുന്നു. ഇവിടെ എന്ത് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ ക്ലോസ്ഡ് ലൂപ്സ് ഫോം ചെയ്യും. ശരിയാണോ? സോ എത്ര ഫീൽഡ് ലൈൻസ് ആണോ പുറത്തു പോകുന്നത് അത്രയും ഫീൽഡ് ലൈൻസ് അകത്തേക്ക് വന്ന് എന്ത് ചെയ്യും മക്കളെ? ഇങ്ങനെ ക്ലോസ് ലൂപ്പ് ഫോം ചെയ്യും. ശരി, ഇനിയാണെങ്കിൽ ഞാൻ ഇവിടെ ആണെങ്കിൽ ഒരു ഗോസിയൻ സർഫസ് എടുക്കാൻ പോവുകയാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഗോസിയൻ സർഫസിന്റെ അകത്തേക്ക് എത്ര ഫീൽഡ് ലൈൻസ് ആണോ വന്ന് കയറിയത്, എത്ര ഫ്ലെക്സ് ആണോ വന്ന് കയറിയത് അത്രയും ഫ്ലെക്സ് ഇറങ്ങിയും പോകുന്നുണ്ട്. പക്ഷെ ഇവിടെ എങ്ങനെയാണോ? അല്ല, ഇവിടെ ഉറപ്പായിട്ടും ഫ്ലെക്സ് എന്ത് ചെയ്യാണ്? വന്ന് കയറുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ ഇറങ്ങിപ്പോകുന്നതേ ഉള്ളൂ. സോ ഇവിടെ എത്ര ഫ്ലെക്സ് ആണോ വന്ന് ചേർന്നത് അത്രയും ഫ്ലെക്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഇറങ്ങിപ്പോകുന്നു. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും എടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ എടുക്കാൻ പോവാണ്, ഇവിടെ എടുക്കാൻ പോവാണ്. സോ എത്ര ഫ്ലെക്സ് ആണോ അകത്തേക്ക് വരുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഫീൽഡ് ലൈൻസ് എന്ത് ചെയ്യുന്നുണ്ട്? അകത്തേക്ക് വരുന്നുണ്ട്. സോ എത്ര ഫ്ലെക്സ് ആണോ വരുന്നത് അത്രയും ഫ്ലെക്സ് എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ? ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നുണ്ട്. ശരിയാണോ? അത്രയും ഫ്ലെക്സ് ലൈൻസ് ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നുണ്ട്. സോ ഇവിടെയാണെങ്കിൽ എന്താണ്? ഫ്ലെക്സ് ലൈൻസ് എല്ലാം ഇറങ്ങി അങ്ങോട്ട് പോവുകയാണ്, അല്ല അകത്തേക്ക് വന്ന് കയറുന്നുണ്ടോ? ഇല്ല. പക്ഷെ ഇവിടെയാണെങ്കിലോ എത്ര ഫ്ലെക്സ് ആണോ വന്ന് കയറുന്നത് അത്രയും ഫ്ലെക്സ് ഇറങ്ങിപ്പോകുന്നു. നിങ്ങൾ എവിടെ എങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാലും എത്ര ഫ്ലെക്സ് ആണോ വന്ന് കയറുന്നത് അത്രയും ഫ്ലെക്സ് ഇറങ്ങിപ്പോകുന്നുണ്ട്. സോ നമ്പർ ഓഫ് ഫ്ലെക്സ് ഇതിന് എത്രയായിരിക്കും? നമ്പർ ഓഫ് ഫ്ലെക്സിന്റെ വാല്യൂ 0 ആയിരിക്കും. സോ നമ്പർ ഓഫ് ഫ്ലെക്സിന് കുട്ടികൾ ഇക്വേഷൻ എന്താണ്? നമ്പർ ഓഫ് ഫ്ലെക്സിന് കുട്ടികൾ ഇക്വേഷൻ ലൈൻ അല്ലെങ്കിൽ ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇക്ക് പകരം പറയണം ബി ഡോട്ട് ഡി എസ് അല്ലെങ്കിൽ ഡി എ എന്തും ആയിക്കോട്ടെ, ഏരിയ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ബി ഡോട്ട് ഡി എ വിച്ച് ഈസ് ഈക്വൽ ടു, ഇവിടെ ക്യൂ ബൈ ε0 ടൈംസ് ഉണ്ടായിരുന്നു. പക്ഷേ ആണെങ്കിൽ ഇവിടെ എത്രയാണ്? എത്ര ഫ്ലെക്സ് ആണോ വന്നു കയറുന്നത് അത്രയും ഫ്ലെക്സ് ഇറങ്ങി പോകുന്നുണ്ട്. നമുക്ക് പറയണം 0 എന്ന് പറയണം. ഇനി പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? സോ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ്, നമ്പർ ഓഫ് ഫ്ലെക്സ് which enter to the Gaussian surface which is equal to number of field lines living from the Gaussian surface. So the total number of field lines എത്രയായിരിക്കും? അല്ലെങ്കിൽ ഫ്ലെക്സ് ലൈൻസ് എത്രയായിരിക്കും? 0 ആയിരിക്കും. ഇതിന് കാരണം ആരാണ്? കാരണം ഇവിടെ ഉറപ്പായി നോർത്ത് ഉണ്ടെങ്കിൽ ഇവിടെ എന്തുണ്ട്? സൗത്ത് ഉണ്ട്. അല്ല സൗത്തിനെ മാത്രം എടുക്കാൻ കഴിയത്തില്ല നിങ്ങൾക്ക്.
ഒരു ഭാഗത്ത് നോർത്ത് ഉണ്ടെങ്കിൽ അപ്പുറത്തെ ഭാഗത്ത് എന്തുണ്ട്? സൗത്ത് ഉണ്ട്. സോ സൗത്തിലൂടെ പോകുന്ന സാധനം കറങ്ങി തിരിഞ്ഞ് നോർത്തിലൂടെ എന്ത് ചെയ്യും? തിരിച്ചു വരും. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയൊക്കെ സർഫസ് എടുത്തു കഴിഞ്ഞാലും, ഫോർ എക്സാമ്പിൾ സർഫസ് ഞാൻ ഇങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു, ഞാൻ വലിയ സർഫസ് ഇങ്ങനെ എടുക്കാൻ പോവാടാ, ഇത് സർഫസ് ആണ് വിചാരിക്കും. അങ്ങനെ ഈ പറഞ്ഞ് ഗോസിയൻ സർഫസിൽ വന്ന് വീണ ആകെ ഫ്ലെക്സ് എത്രയായിരിക്കും? 0 ആണ്. കാര്യം ഇവിടെ ഒരു ഫ്ലെക്സും വന്ന് വീഴുന്നില്ല, ഒരു ഫ്ലെക്സും ഇറങ്ങിപ്പോകുന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? സോ നിങ്ങൾ എങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാലും ഗോസിയൻ സർഫസിൽ വന്ന് വീഴുന്ന ആകെ ഫ്ലെക്സിന്റെ വാല്യൂ എത്രയായിട്ട് മാറും മക്കളെ? 0 ആയി മാറും. അതായത് നമുക്ക് ഇങ്ങനെ പറയാം, അക്കോർഡിംഗ് ടു ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം, the net magnetic flux through any closed surface is always 0. കണ്ടോ? എങ്ങനെയൊക്കെ നിങ്ങൾ ക്ലോസ് സർഫസ് എടുത്തു കഴിഞ്ഞാലും ആ ക്ലോസ് സർഫസിൽ വന്ന് വീഴുന്ന ആകെ ഫ്ലെക്സിന്റെ വാല്യൂ എത്രയായിരിക്കും? 0 ആയിരിക്കും. അതിന്റെ കാരണം എന്താണ്? മോണോപോളായിട്ട് ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യത്തില്ല. ഒരു നോർത്ത് പോൾ ഉണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് ഉറപ്പായിട്ട് ഒരു സൗത്ത് പോൾ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം, ദിസ് മീൻസ്, ഇതിന്റെ മീനിങ് എന്താണ്? ഐസൊലേറ്റഡ് മാഗ്നറ്റിക് പോൾ അഥവാ മോണോപോളായിട്ട് ഒരിക്കലും നമുക്ക് മാഗ്നറ്റിനെ കണക്കാക്കാൻ കഴിയില്ല. ഒരു നോർത്ത് പോൾ ഉണ്ടെങ്കിൽ ഉറപ്പായും അപ്പുറത്ത് എന്തുണ്ട്? സൗത്ത് പോൾ ഉണ്ട്. അതുകൊണ്ട് ദ നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എൻറ്ററിംഗ് ടു എ ക്ലോസ് സർഫസ്, ദ നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എൻറ്ററിംഗ് ടു എ ക്ലോസ് സർഫസ് ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ലിവിങ് ഫ്രം ഇറ്റ്. സോ അപ്പം അവിടുന്ന് കയറുന്ന എത്ര മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടോ അത്രയും മാഗ്നറ്റിക് ഫ്ലക്സ് എന്ത് ചെയ്യും മക്കളെ? ഇറങ്ങിപ്പോകുന്നതിന്റെ ഫലമായിട്ട് ആകെ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ വാല്യൂ 0 ആയി പോകും. സോ ഇവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, എന്താണ് ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം? ഇലക്ട്രിക്കിലെ ഗോസസ് തിയറവുമായിട്ട് അതിനെ എങ്ങനെ നമുക്ക് കമ്പയർ ചെയ്യാം? ഇവിടെയാണെങ്കിൽ എന്തുണ്ട്? Q ഡിവൈഡ് ബൈ ε0 ടൈംസ് ഓഫ് ഫ്ലെക്സ് കടന്നു പോകുന്നുണ്ട്. ഇവിടെ 0 ആണോ? അല്ല. പക്ഷെ ഇവിടെ എത്രയാണ്? ഇവിടെ എത്ര ഫ്ലെക്സ് ആണ് വന്ന് വീഴുന്നത്? അത്രയും ഫ്ലെക്സ് ഇറങ്ങി പോകുന്നതിന്റെ ഫലമായിട്ട് ആകെ നമ്പർ ഓഫ് ഫ്ലെക്സിന്റെ വാല്യൂ 0 ആയി പോകുന്നുണ്ട്. സോ ഇവിടെ ഇക്വേഷൻ സെയിം തന്നെയാണ്. പക്ഷെ വാല്യൂ ഇവിടെയാണെങ്കിൽ Q ബൈ ε0 ഉണ്ടെങ്കിൽ ഇവിടെ എത്രയാ മക്കളെ? 0 ആണ്. ഓക്കെ ആണോ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാം, സ്റ്റേറ്റ് എന്താണ് ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം? നമ്മൾ പറയും സിമ്പിൾ ആണ്, ദ നെറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ എനി ക്ലോസ് സർഫസ് ഏരിയ വിച്ച് ഈസ് ഈക്വൽ ടു 0. അതിന് കാരണം എന്താണ്? മോണോപോൾ എക്സിസ്റ്റ് ചെയ്യാത്തതാണ്. അത് നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് എൻറ്ററിങ് വിച്ച് ഈസ് ഈക്വൽ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് ലിവിങ് ഫ്രം ഇറ്റ്. ഓക്കെ ആണോ? ഇനി ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം അല്ലെങ്കിൽ മാഗ്നറ്റിസത്തിലെ ഗോസസ് ലോ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അത് മോണോപോൾ എക്സിസ്റ്റ് ചെയ്യത്തില്ല എന്ന എവിഡൻസ് ആണ് തരുന്നത്. മനസ്സിലായോ? മോണോപോൾ എക്സിസ്റ്റ് ചെയ്യത്തില്ല എന്ന എവിഡൻസ് ആണ് ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം പറഞ്ഞു തരുന്നത്. സോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം വളരെ ഭംഗിയായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഞാൻ ഈ ഒരു ടോപ്പിക്ക് ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. കൂടുതൽ കോൺസെപ്റ്റ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.